ഓക്കെ, റെക്കോർഡിംഗ് ആയി. അപ്പൊ നമുക്ക് തുടങ്ങാം. 10-30 ആൾക്കാരായി. എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാം സ്ഥാനമാണ് സിമ്പിൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം, ഫസ്റ്റത്തെ പോയിന്റ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്ലൈറ്റിന്റെ ചിത്രമൊക്കെ വരച്ചിട്ട് തുടങ്ങാം. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു ഫ്ലൈറ്റിന്റെ ചിത്രങ്ങളൊക്കെ കാണാൻ. അപ്പൊ നമ്മൾ എയറോപ്ലെയിൻ ഏകദേശം വരുന്നത് ഈ ഒരു ഷേപ്പിലൊക്കെയാണ്. പിന്നെ 2 ചിറകൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി എവിടെയാണ് ഇതിന്റെ എഞ്ചിൻ ഉണ്ടാകുന്നത്. എഞ്ചിൻ ഉണ്ടാകുന്ന ഭാഗമാണ് ഈ ചിറകിന്റെ മുകളിൽ കുറെ വട്ടം പോലത്തെ സാധനം ഉണ്ടാവും. ഇതാണ് എന്ത്, ടർബൈൻ. എയറോപ്ലെയിന്റെ എഞ്ചിൻ അവിടെയാണ് ഉണ്ടാകുക. അപ്പൊ നമ്മളെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറോപ്ലെയിന്റെ ഉള്ളിൽ, ക്യാബിന്റെ ഉള്ളിൽ കുറെ ആൾക്കാരുണ്ടാവും. പിന്നെ കോക്പിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പൈലറ്റും എല്ലാ ആൾക്കാരും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം നമുക്ക് എന്താക്കണം, എയർ കണ്ടീഷൻ ചെയ്തെടുക്കണം. ഈ എയർ കണ്ടീഷനിങ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എയറോപ്ലെയിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ റെഫ്രിജറൻ്റ് ഒന്നും വെച്ചിട്ടല്ല എയറോപ്ലെയിൻ്റെ അകത്ത് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം നടത്തുന്നത്. നമ്മൾ അന്തരീക്ഷത്തിലുള്ള എയറിനെ തന്നെ എടുത്തിട്ടാണ് അതിനെ തണുപ്പിച്ചിട്ട്, വേറെ റെഫ്രിജറൻ്റ് ആയിട്ട് വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. എയർ തന്നെയാണ് നമ്മളെ റെഫ്രിജറൻ്റ്. എയറിനെ തന്നെ വലിച്ചെടുത്തിട്ടാണ് നമ്മൾ റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഇവിടെയാണ് നമ്മളെ എന്തുള്ളത്, എഞ്ചിൻ ഉള്ളത്. ഇങ്ങനെ കുറെ പൈപ്പ് ലൈൻ പോലത്തെ സാധനമായിരിക്കും. അപ്പൊ ഈ എഞ്ചിന്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ എഞ്ചിൻ, ഇതെല്ലാം ഓരോരോ എഞ്ചിനുകളാണ് വിചാരിക്കും. അപ്പൊ തൽക്കാലം അതിൻ്റെ അകത്തുള്ള ഒരു എഞ്ചിനെ മാത്രം ഞാൻ പുറത്തേക്ക് എടുത്തു. ഒരു എഞ്ചിനെ മാത്രം ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്ന ഫിഗർ ഏതാണ്ട് ഈ ഒരു രൂപത്തിലായിരിക്കും. ഒരു പൈപ്പ് പോലത്തെ സാധനം, എന്നിട്ട് എയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ ഞാൻ വരക്കുന്ന ചിത്രങ്ങളൊക്കെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം വരച്ച സാധനം ഒരു പൈപ്പ് പോലത്തെ സാധനം ഉണ്ടാവും. അത് എന്താന്ന് വിചാരിച്ചോളൂ, അതിന്റെ എഞ്ചിനാണെന്ന് മനസ്സിലങ്ങ് വിചാരിച്ചോളൂ. ഇതാണ് അതിന്റെ എഞ്ചിൻ. എന്തോ ഒരു കിരീരി സൗണ്ട് വന്നല്ല, പ്രശ്നമില്ല, കേൾക്കില്ലേ? ഓക്കെ. അപ്പൊ ഇനി ഞാൻ വരക്കുന്ന ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു പൈപ്പും ഈ കാണുന്ന കുറച്ച് എയർ വരുന്ന ഇൻടേക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിന്റെ ചിത്രം വരുന്നത്. അപ്പൊ ഞാൻ ഇനി വരക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പ് മാത്രമായിരിക്കും. ഏതാണ് അതിന്റെ ഒരു എഞ്ചിൻ. ഒരൊറ്റ പൈപ്പിനെ ഞാൻ എടുത്തു. ആ പൈപ്പിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഇത് ഏതാ ഭാഗം? എയറോപ്ലെയിന്റെ ചിറകിലുള്ള എഞ്ചിന്റെ ഭാഗത്തുള്ള ഒരൊറ്റ പൈപ്പിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പൊ നമുക്ക് കുറച്ച് തണുത്ത കളറിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളെ അന്തരീക്ഷത്തിലുള്ള എയർ ഒരു പച്ച കളറിലാക്കിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ, ഒരു നീല, മഞ്ഞാണ് കിട്ടിയ കയ്യിൽ. അതുകൊണ്ട് മഞ്ഞ കളറിലെ എയർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫറിക് എയർ ആണ് ഈ വരുന്നത്, നമ്മളെ പുറത്തുള്ള അറ്റ്മോസ്ഫറിക് എയർ ആണ് വരുന്നത്. അപ്പൊ അതിന്റെ സ്റ്റേറ്റിനെ ഞാൻ 1 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഒന്നാമത്തെ കണ്ടീഷൻ, എയറിന്റെ ആദ്യത്തെ കണ്ടീഷൻ, ഇവിടെ ഒരു ടെമ്പറേച്ചറും ഒരു പ്രഷറും ഒക്കെ ഉണ്ടാവും. എയറിന്, അറ്റ്മോസ്ഫറിക് എയറിന് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും, ഒരു പ്രഷർ ഉണ്ടാവും, ഇങ്ങനെ സാധനങ്ങൾ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. അതൊരു ചെറിയ പൈപ്പ് ലൈനിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അവിടെ എന്ത് നടക്കുന്നു പറഞ്ഞിട്ടുണ്ടായി? ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് നടക്കും? ഇന്നലെ പറഞ്ഞ ഒരു കഥയാണ്, ഫ്രിക്ഷൻ ഒന്നല്ല. ഞാൻ ഇന്നലെ ഓടക്കുഴലിലൊക്കെ കാര്യം പറഞ്ഞു. ഓടക്കുഴലിൽ ഒരു സൗണ്ട് കേൾക്കുന്ന പറഞ്ഞാൽ ഒരു ഫൂ പറഞ്ഞിട്ടുള്ള ഒച്ച ഒരു ചെറിയ പൈപ്പിലേക്ക് വരും. കുറെ എയർ ഒരുമിച്ച് ഒരു പൈപ്പിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു കംപ്രഷൻ പ്രോസസ് നടക്കും. അത് നാച്ചുറലായിട്ട് നടക്കുന്നതാണ്. ആ പ്രോസസ്സിന്റെ പേരാണ് എന്തെന്ന്, റാമിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞതായത് റാമിങ് പ്രോസസ് എന്ന് പറയും. ഇങ്ങനെയുള്ള സാധനം ചെറിയ ഡക്റ്റിലേക്ക് കയറുമ്പോഴത്തേക്ക് ചെറിയൊരു സൗണ്ട് ഒക്കെ കേൾക്കാം നിങ്ങൾക്ക്. നിങ്ങൾ റീഫില്ലറിന്റെ, നമ്മളെ പെന്നിന്റെ സാധനം റീഫില്ലറൊക്കെ ഊരിയിട്ട് വെറുതെ ഒന്ന് ഊതി നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായി പുറത്തുനിന്ന്. അപ്പൊ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും. അടുത്ത് നോക്കുക. വല്ലപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എല്ലാം ചെയ്തു നോക്ക്. ഇതെല്ലാം പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. പൈസ കൊടുത്ത് മേടിക്കാനൊന്നും ആവശ്യമില്ലല്ലോ. നമ്മളെ കയ്യിൽ തന്നെയുള്ള പെണ്ണെടുക്കുക, അതിന്റെ റീഫില്ലറൊക്കെ ഊരിയിട്ട് വെറുതെ പുറത്തുനിന്ന് ഊതി കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഒച്ച കേൾക്കാം. നിങ്ങൾ ക്യാപ്പൊക്കെ എടുത്തിട്ട് ഊതിയിട്ട് ഒച്ച കേൾക്കലുണ്ടാവും. ഇപ്പൊ ഒച്ച കേട്ട് നിങ്ങൾ അറിയില്ല. അപ്പൊ ഇതാണ് റാമിങ് ആക്ഷൻ. അത് കംപ്രഷൻ കാരണം ഉണ്ടാകുന്ന, പെട്ടെന്ന് വലിയൊരു ഏരിയന്റെ അകത്തുനിന്ന് എയർ ചെറിയൊരു ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയൊരു കംപ്രഷൻ ഉണ്ടാവും. ആ കംപ്രഷന്റെ പേരാണ് റാമിങ് എന്ന് പറയുന്നത്.
അപ്പൊ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ പുറത്തുള്ള ഒന്ന് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലായിരിക്കുമല്ലോ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക് എന്തെങ്കിലുമൊക്കെ ടെമ്പറേച്ചർ വ്യത്യാസവും പ്രഷർ വ്യത്യാസവും വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പൈപ്പിന്റെ ഉള്ളിൽ കയറിയ സ്റ്റേജിനെ 2 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഈ 2 എന്ന് പറഞ്ഞ പൈപ്പിലെ എയർ കുറച്ചിങ്ങനെ കടന്നു വന്ന് നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ IC എഞ്ചിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എയർ വേണം. എയർ ഫ്യൂവൽ ഇതൊക്കെ റേഷ്യോ ഒക്കെ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നേരെ ഇതിൻ്റെ അകത്തുള്ള ആ പാർട്ട് പോയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ എന്തിൻ്റെ അകത്തേക്കാണ് ഞാനിപ്പോ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ടർബൈനിലേക്കാണ് വരുന്നത്. ആ ടർബൈനിനകത്തേക്ക് വരുന്നതിനെക്കാട്ടി മുമ്പിട്ട് ഇതൊന്ന് പ്രഷറൈസ് ചെയ്യണം. അതിനാണ് ഒരു കംപ്രസർ വെച്ചത്. അപ്പൊ നമ്മളെ എയർ വന്നിട്ട് ഞാൻ കംപ്രസറിന്റെ ചിത്രം ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ വരച്ചുതരാം. ഇങ്ങനെയാണ് ഞാൻ കംപ്രസറിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് എന്തുകൊണ്ടാണ് കംപ്രസറിന്റെ ചിഹ്നമായത്? കാരണം ഒരു വലിയ വായിക്കൂടെ വരുന്നു. അതന്നെ സാധനം. ഒരു വലിയ വായിക്കൂടെ വന്നിട്ട് ഒരു ചെറിയ വായിക്കൂടെ പുറത്തേക്ക് വന്നത് കാണുന്നില്ലേ? അതായത് അതിനർത്ഥം കംപ്രസ് ആയി നാം വലിയ ഏരിയയിലുള്ള ഒരു എയർ, ഇങ്ങനെ ഒരു വലിയ ഏരിയയിലുള്ള ഒരു എയറിനെ നമ്മൾ ചെറിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് കംപ്രസ് ചെയ്തു. അതേപോലെ തന്നെ ഞാൻ വേറൊരു ചിത്രം വരച്ചുതരാം. ഈ ചിത്രം ഇങ്ങനെയാ വരക്കുന്നത് വെച്ചോ. എയർ ഇങ്ങനെ വരുന്നു, എന്നിട്ട് പുറത്തേക്ക് വരുന്നു. ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇത് കംപ്രസർ. ഓക്കെ, ഇത് കംപ്രസർ. ഇതിന്റെ ടർബൈൻ അല്ലെ എക്സ്പാൻഡർ എന്നും പറയാം. ഇതാണ് ടർബൈൻ അല്ലെങ്കിൽ എക്സ്പാൻഡർ എന്നൊക്കെ വിളിക്കും. എക്സ്പാൻഷൻ നടത്തുന്ന സാധനം എക്സ്പാൻഡർ എന്നും ഒക്കെ വിളിക്കാം നമുക്ക്. അപ്പൊ എന്തൊട്ട് ഞാൻ ചിത്രം വരയ്ക്കുക ഇങ്ങനെയായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കോളാം. വലിയ വായിക്കൂടെ വന്നിട്ട് ചെറിയ വായിക്കൂടെ പോകുന്നതാണെങ്കിൽ അത് കംപ്രസർ, അതായത് കംപ്രസ് ചെയ്തു അർത്ഥം. ചെറിയ വായിക്കൂടെ വന്നിട്ട് വലിയ വായിക്കൂടെ തിരിച്ചു പോവുകയാണെങ്കിൽ അതിനർത്ഥം അത് എക്സ്പാൻഡ് ചെയ്തു. അത് അവിടെ ഒന്നുകിൽ ടർബൈൻ അല്ലെ എക്സ്പാൻഡർ എന്ന് പറഞ്ഞ സാധനമാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ എല്ലാം വൃത്തിക്ക് ഒന്നുകൂടെ വരക്കാം. ആദ്യത്തെ ഞാൻ പെണ്ണെടുക്കുന്നു. ഇതാണ് നമ്മളെ എഞ്ചിന്റെ പൈപ്പ് ലൈൻ. എഞ്ചിനിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ. എഞ്ചിനിലേക്ക് പോകുന്ന പൈപ്പ് ലൈനിൻ്റെ അകത്ത് എന്ത് വരുന്നുണ്ട്? നല്ല ഫ്രഷ് എയർ, അറ്റ്മോസ്ഫിയറിക് എയർ വരുന്നുണ്ട്. ആ അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ആ ഒരു കണ്ടീഷൻ ഞാൻ 1 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. 1 എന്ന് പറഞ്ഞ എയർ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എന്ത് ആക്ഷൻ നടക്കും? റാമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കും. RAMMING, റാമിംഗ് കംപ്രഷൻ. ഒരു കംപ്രഷൻ പ്രോസസ് അത് നാച്ചുറലായിട്ട് നടക്കുന്നതാണ്. നമ്മളൊരു കംപ്രസർ വെച്ചിട്ട് നടത്തിക്കുന്നതൊന്നല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു പച്ച കളർ ലൈന് കുറച്ചുകൂടെ കട്ടിപ്പച്ചയായി. ഓക്കെ, അതായത് കംപ്രസ് ചെയ്ത് നടത്തും. അപ്പൊ ആ സ്റ്റേജിനെ ഞാൻ 2 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഈ എയർ ഇങ്ങനെ വന്നിട്ട് എവിടത്തേക്ക് പോകും? നേരെ ഫസ്റ്റ് കാണുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കംപ്രസറിലേക്ക് വന്നു. വലിയ വായിക്കൂടെ കയറി ചെറിയ വായിക്കൂടെ പുറത്തേക്ക് കയറും. ഈ കംപ്രസറിന്റെ അകത്തു നിന്നാണ് പിന്നെ അത് വന്നിട്ട് ടർബൈനിലേക്ക് പോവുക. അതായത് ഇതാണ് നമ്മളെ മെയിൻ എഞ്ചിൻ. അത് നമ്മളെ ഇപ്പൊ ചിന്തിക്കേണ്ട ഭാഗമല്ല, നമുക്ക് ഈ കംപ്രസ് വരെയുള്ള ഭാഗമാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഇരിക്കെ ഈ എയർ 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുള്ള എയർ, പച്ചക്കളർ എയർ ഇങ്ങോട്ടേക്ക് വന്ന് ഇതിൻ്റെ അകത്തുള്ള ഒരു ചെറിയ പോർഷൻ ഓഫ് എയറിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാണ് കമ്പസ്റ്റൻ ചേംബർ. കമ്പസ്റ്റൻ ചേംബർ ആണ്. കമ്പസ്റ്റൻ ചേംബർ വഴി കമ്പസ്റ്റ് ഒക്കെ ചെയ്ത് എന്നിട്ടാണ് ഞാൻ ടർബൈൻ വഴി ഇതിനെ പുറത്തേക്ക് തള്ളുന്നത്. ഇങ്ങനെ പുറത്തേക്ക് തള്ളും. അപ്പോഴാണ് ഫ്ലൈറ്റ് മുന്നോട്ടേക്ക് പോവുക. ഈ കൂട്ടത്തിലുള്ള ചെറിയൊരു ഭാഗം എയറിനെ ഞാൻ എടുക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റേജിലുള്ള നമ്മളെ എയറിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? ഈ 2 എന്ന് പറഞ്ഞാൽ അതേ കണ്ടീഷനിൽ തന്നെയാണ് നമുക്ക് കംപ്രസറിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കിട്ടുക. കംപ്രസ് ആയിട്ടില്ലേ കിട്ടുക? പ്രോപ്പർട്ടി മാറിയിട്ടുണ്ടാവില്ല അതിന്റെ. ആ സ്റ്റേജിനെ ഞാൻ 3 എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്തത്. ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഇപ്പോൾ കളറിൽ മാർക്ക് ചെയ്യാം. ഞാൻ ഒരു വയലറ്റ് കളറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് റെഫ്രിജറേഷൻ്റെ അകത്ത് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനേ ഇല്ലാത്ത സാധനമാണ്. ഇതൊക്കെ IC എഞ്ചിന്റെ ഭാഗങ്ങളാണ്, അത് നമ്മൾ നോക്കണ്ട. അതായത് കംപ്രസർ വഴി വരുന്ന എയറിനെ നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് കമ്പസ്റ്റൻ ചേംബറിലേക്കും പിന്നെ ഒന്ന് വേറൊരു ബൈപ്പാസ് റൂട്ട് അടിക്കുന്നുണ്ട്. ഈ ബൈപ്പാസ് റൂട്ട് അടിക്കുന്ന എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇനി ഫ്രിഡ്ജിലേക്ക് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളെ ഫ്രിഡ്ജിൽ ഒരു കംപ്രസർ ഉണ്ടല്ലോ.
അതേപോലെ തന്നെ ഇവിടുത്തെ കംപ്രസർ കഴിഞ്ഞപ്പാട് ഞാൻ താഴത്തേക്ക് എടുത്തു. ബാക്കി നമ്മളെ ബൈപ്പാസ് അടിച്ചിട്ട് ഇങ്ങോട്ട് കമ്പസ്റ്റൻ ചേമ്പറിൽ പോയ ഒന്നും നമ്മൾ മൈൻഡ് ആക്കുന്നേ ഇല്ല. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായി, എന്താന്ന്, കംപ്രസർ കഴിഞ്ഞാൽ പിന്നെ എടുത്തേക്ക് പോവാ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ അകത്ത്. കംപ്രഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ കംപ്രസർ കഴിഞ്ഞാൽ അടുത്ത പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസറിലേക്കല്ലേ. 2C അത് കഴിഞ്ഞാൽ പിന്നെ 2E ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒന്നാമത്തെ C കഴിഞ്ഞു, കംപ്രസർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ C ആയ കംപ്രസർ കഴിഞ്ഞു. കംപ്രസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കൊണ്ടത് കണ്ടൻസറിലേക്കാണ്, അല്ലെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നും പറയാം. ഹീറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു വസ്തു അല്ലെ കണ്ടൻസർ എന്ന് പറയും. ഹീറ്റിനെ പുറത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെ അതിനെ കണ്ടൻസർ എന്നും പറയാം. നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് പഠിക്കാന്ന് വെച്ചാൽ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ ചിത്രം ഇതിങ്ങനെ വന്ന എയറിനെ പിടിച്ചിട്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെ കണ്ടൻസർ എന്ന് എഴുതി കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഞാൻ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടത്തി വിട്ടു. ഈ ഒരു പെട്ടിയാണ്, പച്ച കളർ പെട്ടിയാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇതിന്റെ പേരാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പൊ ഈ 3 എന്ന് പറഞ്ഞ കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ സ്റ്റേജ് എന്താവും, പിന്നെ 3 തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഈ ടെമ്പറേച്ചർ മൊത്തം കളഞ്ഞു, പുറത്തേക്ക് കളഞ്ഞു, ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തു. ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്താൽ നമുക്ക് അടുത്ത സ്റ്റേജിലല്ലേ കിട്ടുക. ഞാൻ 4 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുത്തു. അതിനെ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി പുറത്തേക്ക് വന്ന സാധനത്തിന് ഞാൻ 4 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തേക്കോ പോവാം, അല്ലെങ്കിൽ കണ്ടൻസർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ വാൾവിലേക്കാണ്. നമ്മൾ എക്സ്പാൻഷൻ വാൾവ് ഒന്ന് ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ മുതലാവില്ല. അതുകൊണ്ട് ഞാൻ അതിനെ പിടിച്ചിട്ട് എക്സ്പാൻഷൻ വാൾവിന് പകരം ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ പോരെ. എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ വേറൊരു സാധനം പഠിച്ചെന്ന് തോന്നുന്നു, ഇപ്പൊ പഠിച്ച സാധനത്തിന്റെ പേര് ടർബൈൻ. ഞാനൊരു ടർബൈനിലേക്ക് കൊണ്ടുപോയി. കാണാൻ ഒരു ടർബൈൻ പോലെ ഇല്ല അല്ലേ, നമുക്ക് മാറ്റിക്കളെ. ടർബൈൻ്റെ ഒരു ലുക്ക് വന്നിട്ടില്ല അതിന്. അങ്ങനെ നമുക്ക് ടർബൈൻ്റെ ലുക്ക് തന്നെ ആയിക്കളയാം. ഞാനൊരു ടർബൈൻ വരക്കാൻ പോവാണ്. ചെറിയ വായിക്കൂടെ വന്ന് വലിയ വായിക്കൂടെ പുറത്തേക്ക് വരാൻ പോവാം. അതായത് 4 എന്ന് പറഞ്ഞ എയർ ചെറിയ വായിക്കൂടെ ഉള്ളിലേക്ക് കയറി വലിയ വായിക്കൂടെ പുറത്തേക്ക് പോകാൻ പോകണം. അങ്ങനെ അത് പുറത്തേക്കെത്തി. ഇതിന്റെ പേരാണ് ടർബൈൻ. അപ്പൊ ടർബൈനെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ പുറത്തേക്ക് എത്തിക്കാം, ടർബൈൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് എത്തി കഴിഞ്ഞാൽ ഈ 4 എന്ന് പറഞ്ഞ സ്റ്റേജ് തന്നെയാണോ എയർ ഉണ്ടാവുക? എക്സ്പാൻഡ് ആയിട്ടല്ലേ ഉണ്ടാവുക, പ്രഷറും ഇതൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ. അപ്പൊ അതിനെ ഞാൻ 5 എന്ന് പറഞ്ഞ സ്റ്റേജ് കൊടുത്തു. ആ ഒരു എയറിലെ കണ്ടീഷനെ ഞാൻ 5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി നമ്മൾ ടർബൈൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തേക്കോ പോവാ, ഇവാപ്പറേറ്റർ അല്ലെങ്കിൽ നമ്മളെ പ്ലെയിനിന്റെ ക്യാബിന്റെ ഉള്ളിലാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ക്യാബിന്റെ ഉള്ളിലാണ് നമ്മൾ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെക്കുന്ന എന്താണ്, നമ്മളെ പച്ചക്കറിയും പലഹാരങ്ങളൊക്കെയാണ്. ഇതിനു പകരം നമ്മളെ പ്ലെയിനിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യന്മാരെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ക്യാബിന്റെ ഉള്ളിലേക്കാണ് എന്ത് പോണ്ടേ, ഈ വസ്തു പോണ്ടേ. ക്യാബിൻ അല്ലെങ്കിൽ അതാണ് നമ്മളുടെ ഇവാപ്പറേറ്റർ. ഇതാണ് നമ്മൾ ഇവാപ്പറേറ്റർ. അപ്പൊ ക്യാബിന്റെ ഉള്ളിൽ കുറെ മനുഷ്യന്മാരിലിരിക്കുന്നുണ്ടാവും, കുറെ മനുഷ്യന്മാരുണ്ടാവും. ഈ മനുഷ്യന്മാരടിക്കുന്നൊക്കെ ഹീറ്റ് ഇത് വലിച്ചെടുക്കും. ഏത്, ഈ എയർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഹീറ്റ് വലിച്ചെടുത്തതിന് ശേഷം അത് ആ എയർ എന്താവും, പുറത്തേക്ക് പുറന്തള്ളപ്പെടും. ആ പുറന്തള്ളപ്പെടുന്ന സ്റ്റേറ്റിനെ ഞാൻ 6, ചൂട് വലിച്ചെടുത്ത അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് പോയതിനെ ഞാൻ 6 എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്ത്. ഈ 6 എന്ന് പറഞ്ഞ എയർ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകും. നമ്മൾ ഇവിടുന്ന് തുടങ്ങിയതാണേ, ഈ 1 എന്ന് പറഞ്ഞ സ്റ്റേജിൽ തുടങ്ങിയതാണ്. അത് ഫസ്റ്റ് തന്നെ റാമിങ് ആക്ഷൻ വഴി കുറച്ചൊന്ന് കംപ്രസ് ആയിട്ട് 2 എന്ന് പറഞ്ഞ സ്റ്റേജിലെത്തി. 2 എന്ന് പറഞ്ഞ സാധനത്തിനെ ഞാൻ പിന്നെയും കംപ്രസർ വഴി കടത്തി വിട്ടിട്ട് അത് 3 എന്ന് പറഞ്ഞ സ്റ്റേജിലെത്തി. 3 എന്ന് പറഞ്ഞ സാധനത്തിനെ ഞാൻ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി കടത്തി വിട്ടിട്ട് 4 എന്ന് പറഞ്ഞ സ്റ്റേജിലെത്തി. 4 എന്ന് പറഞ്ഞ സ്റ്റേജിനെ ഞാൻ ടർബൈൻ വഴി കടത്തി വിട്ടിട്ട് 5 ആക്കി. അങ്ങനെ തണുത്ത് കിട്ടിയ എയറിനെ ഞാൻ എടുത്തിട്ട് എവിടെ കൊടുത്തു, ക്യാബിനിലേക്ക് ഇട്ടുകൊടുത്തു. ക്യാബിനിൽ മനുഷ്യന്മാരുടെ ചൂടൊക്കെ വലിച്ചെടുത്തിട്ട് അത് കുറച്ച് ചൂടൊക്കെ കൂടിയിട്ട് പുറത്തേക്ക് തള്ളി. ഇത്രയാണ് എന്ത് സംഭവിച്ചത്, നമ്മളെ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ അകത്ത് ഇപ്പം നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു
ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് പോവാം. എങ്ങനെ ഇതിനെ നമുക്ക് ഗ്രാഫിൽ നമ്മൾ TS ഡയഗ്രത്തിന്റെ അകത്തേക്ക് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്, പണ്ട് പഠിച്ച അതേ സാധനം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കെടുക്കുക. ഇപ്പം പറഞ്ഞുതരാം. ഇനി നമുക്കൊരു പുതിയ സ്ലൈഡ് ഓപ്പൺ ആക്കേണ്ടി വരും. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഗ്രാഫിലേക്ക് പോവാം. ഗ്രാഫ് വരുന്നത് നമുക്ക് നേരെ ഗ്രാഫിലേക്ക് വിടാം. TS ഡയഗ്രാം നമ്മൾ വരക്കാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ വരക്കുക TS ഡയഗ്രാം. TSഉം PH ഡയഗ്രാമും നമുക്ക് ആവശ്യം. അപ്പൊ ഞാൻ ഗ്രാഫ് വരക്കാൻ പോവാം. ഗ്രാഫ് വരക്കാൻ വേണ്ടി X ആക്സിസും Y ആക്സിസും വരച്ച്, Yയിൽ ഞാൻ Tയും വരച്ച് Xയിൽ Sഉം കൊടുത്ത്. ഇത് വരച്ച് അതിന്റെ അർത്ഥം ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? TS ഡയഗ്രാം PH ഡയഗ്രാം എന്ത് ഡയഗ്രാം ആയാലും ഇതിന്റെ ഉള്ളിൽ ആരുണ്ട്? ഒരു കുഞ്ഞു മലയുണ്ട്. നമ്മൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം പഠിക്കുന്നത്. അപ്പൊ നമ്മളെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഈ ഒരു ഭാഗം റൈറ്റ് സൈഡിലാണ് ഫുള്ള് ഗ്യാസ് ഉള്ളത്. അപ്പൊ നമ്മൾ ഗ്യാസിന്റെ ഭാഗത്തേക്കാണ് പോവുക. നമ്മൾ ഈ മലേന്റെ ലെഫ്റ്റ് സൈഡോ മലേന്റെ ഉള്ളിലോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മളതൊന്നും ചിന്തിക്കൂല. ഞാൻ വെറുതെ പിന്നെ അത് വരച്ചു വെച്ചിരുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കിത് മായ്ച്ചാളെ. അപ്പൊ നമ്മൾ മല വരച്ചിട്ട് ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്. നമ്മളെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എവിടെ നിന്നാണ്? 1 എന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്നാണ് വരുന്നത്. ഫസ്റ്റ് ഒന്നാമത്തെ സ്റ്റേജിൽ ഒരു പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ ഉണ്ടാവല്ലോ. അത് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം ആ പോയിന്റിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അടുത്ത സ്ലൈഡ് അവിടെ. അപ്പൊ ഞാൻ ഒന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ വെറുതെ ഇവിടെ ഒരു പോയിന്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അതിന് ഞാൻ ഒരു വാല്യൂ എടുത്തു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ അവിടെ വെച്ചു. ഒന്നാമത്തെ പോയിന്റിൽ ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ. ആ പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. അപ്പൊ ഞാൻ കളർ മാറ്റുകയാണ്. ഒന്നാമത്തെ പോയിന്റിലുള്ള പ്രഷർ, മഞ്ഞ കളറിലുള്ള പ്രഷറിന്റെ ലൈന് കാണാം. ഇതാണ് എന്ത്? ഈ പ്രഷറാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ. കാരണം ഒന്നാമത്തെ പോയിന്റിലുള്ള, നേരത്തെ സ്ലൈഡ് എടുത്താൽ കാണാം, ഒന്നാമത്തെ റേഞ്ചിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എന്നാണ് വരുന്നത്. അപ്പൊ ആ സ്ഥലത്തുള്ള പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫറിക് പ്രഷർ ആയിരിക്കും. അത് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. 1 നിന്ന് 2ലേക്ക് പോകുന്നത് എങ്ങോട്ടേക്കാണ്? 1 നിന്ന് 2ലേക്ക് പോകുമ്പോൾ റാമിങ് ആക്ഷനാണ് നടക്കുന്നത്. നമ്മുടെ സാധനം മാർക്ക് ചെയ്തിട്ടുണ്ട്. റാമിങ് ആക്ഷൻ ആണ് നടക്കുന്നത്. റാമിങ് ആക്ഷൻ എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രഷൻ പ്രോസസ് ആണ്. ചെറിയ രീതിയിലുള്ള ഒരു കംപ്രഷൻ. 1 നിന്ന് 2ലേക്ക് പോകുമ്പോൾ 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇത് കംപ്രസ് ആയിട്ടാണ്ടാവും. കംപ്രഷൻ എപ്പോഴും എന്ത് കംപ്രഷൻ ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്? ഐസെൻട്രോപിക് ആയിരിക്കും. ഐസെൻട്രോപിക് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാ പോകണ്ടേ? 1 നിന്ന് 2ലേക്ക് നേരെ കുത്തനെ മുകളിലോട്ടേക്ക്. ഐസെൻട്രോപിക് ആണ്. അപ്പൊ ഞാൻ അതിന്റെ ഐസെൻട്രോപിക് പ്രോസസ് വരക്കാൻ പോവാണ്. 1 നിന്ന് കുത്തനെ മുകളിലേക്ക്. ഇതാണ് എന്തെന്ന്? 1 നിന്ന് 2ലേക്ക് നടന്ന പ്രോസസ്. 2ല് വേറെ പ്രഷർ അല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ അവിടെ വരക്കേണ്ടി വരും. ആ ലൈന് ഞാൻ ഇങ്ങനെ വരക്കുന്നുണ്ട്. കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ. ഇതെല്ലാം എന്താണ്? ഈ പ്രഷറിന്റെ പേരാന്തെന്ന്? ഈ പ്രഷറാണ് റാം പ്രഷർ എന്ന് പറയുന്നത്. റാമിങ് ആക്ഷൻ വഴി ഉണ്ടായ പ്രഷറാണ് ആ റാം പ്രഷർ. താഴത്ത് നിൽക്കുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷർ. അറ്റ്മോസ്ഫറിക് പ്രഷറിനെക്കാട്ടിയും കുറച്ച് കൂടുതലായിരിക്കും റാം പ്രഷർ എന്ന് പറയുന്നത്. കാരണം കംപ്രഷൻ പ്രോസസ് നടന്നിട്ടുണ്ട്. അപ്പം പ്രഷർ കൂടിയെന്ന് അർത്ഥം. പ്രഷർ കൂടുന്നതനുസരിച്ച് നമ്മൾ മുകളിലോട്ടേക്കാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് എത്തി. രണ്ടാം സ്റ്റേജ് കഴിഞ്ഞാൽ 2 നിന്ന് പിന്നെ എങ്ങോട്ടേക്കാ പോകുന്നത്? 3ലേക്ക് എങ്ങനെയാ പോകുന്നത്? അവിടെ പോയി ഇതിന്റെ പോയിന്റർ ഒന്നും കാണാനില്ലല്ലോ. 2 നിന്ന് നേരെ ഇങ്ങനെ വന്നിട്ട് 3ലേക്കാ പോകുന്നത്. 3ലേക്ക് പോകുന്ന വഴിക്കുള്ള വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസറാണ്. കംപ്രസറിന്റെ അകത്ത് എന്താ പിന്നെയും നടക്കുക? കംപ്രഷൻ തന്നെ. അപ്പൊ സെയിം കംപ്രഷൻ തന്നെ നമ്മൾ ഒന്നുകൂടെ വരക്കേണ്ടി വരും. 2 നിന്ന് 3ലേക്ക് പോവാം. 2 നിന്ന് 3ലേക്ക് കംപ്രഷൻ ആണ്. കംപ്രഷൻ പ്രോസസ് എപ്പോഴും ഐസെൻട്രോപിക് ആയിരിക്കും. അതായത് എൻട്രോപ്പി സെയിം ആയിരിക്കും.
അപ്പൊ നമുക്ക് 2-3 പോവാം. 2 തുടങ്ങുക. 2 തുടങ്ങി കുത്തനെ മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ 3 എത്തും. ഞാൻ ഈ 1-2 ലൈനിനെക്കാട്ടിയും കുറച്ച് വലുപ്പത്തിലാണ് 2-3 ലൈന് വരച്ചത്. കാരണം എന്താ, അവിടെ കംപ്രസർ വെച്ചിട്ട് തന്നെ കംപ്രസ് ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം ഹൈറ്റിലേക്ക് കൊണ്ടുപോകാൻ കാരണം. അപ്പൊ 2-3 വരച്ചു. 3 വരച്ച് ഞാൻ 3ന്റെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസർ ആണ്. അപ്പൊ കംപ്രഷൻ അവിടെ പ്രഷർ വേറെ ആയിരിക്കും. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ ലൈൻ ഞാൻ വരക്കാൻ പോവാണ്. ഈ 3 ഇങ്ങനെ ചെരിഞ്ഞിട്ട് വന്നിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട്. ഈ പ്രഷർ ആണെന്ന് കംപ്രസർ. ഞാൻ ഈ മഞ്ഞ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റാണ്ടൊന്നുമില്ലല്ലോ. അത് ഗ്രാഫ് കാണാണ്ടായിപ്പോണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഈ മഞ്ഞ കളർ യൂസ് ചെയ്തിട്ടുള്ളത് അവിടെ. കാരണം ഈ ലൈനൊന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തൊന്നും കാണാൻ പറ്റില്ല. ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് കാണൂല. അത് തൽക്കാലം നിങ്ങൾക്ക് ഇപ്പം ബേസ് ആയതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ വരച്ച് പോകുന്നതാണ്. ഇപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ തുടങ്ങി. എന്നിട്ട് റാമിംഗ് ആക്ഷൻ കഴിഞ്ഞിട്ട് 2 2 പിന്നെ 3 കംപ്രസർ വഴി കംപ്രസും ചെയ്തു. ഇനി അടുത്ത പോകുന്നത് എവിടെയാ നോക്കാം. നെക്സ്റ്റ് പോകുന്നത് കംപ്രസറിന് 3 നേരെ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ കണ്ടൻസറിലേക്കാണ് പോകുന്നത്. ഈ സാധനം ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ കണ്ടൻസറിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് എപ്പോഴും നടക്കുന്ന പ്രോസസ് എന്താണ്? ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കുറക്കും. ടെമ്പറേച്ചർ എങ്ങനെയാ കുറക്കുക? ടെമ്പറേച്ചർ കുറക്കുക കോൺസ്റ്റന്റ് പ്രഷറിലാണ്. പ്രഷർ മാറൂല. പ്രഷർ മാറാണ്ട് നമ്മൾ ടെമ്പറേച്ചറിനെ കളയും. ഐസോ തെർമലായിട്ട് നമുക്ക് ടെമ്പറേച്ചർ കുറക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ടാണ് കാർനോട്ട് സൈക്കിൾ നമ്മൾ ഐഡിയൽ സൈക്കിളാക്കി മാറ്റിയത്. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ സൈക്കിളിൻ്റെ അകത്ത് എപ്പോഴും എന്തേ നടക്കുള്ളൂ? ഐസോ ബാറിക്ക് ഒരേ സെയിം പ്രഷറിൽ ആണ് നമ്മൾ ഹീറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാം, ഹീറ്റിനെ കളയാം. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. അപ്പൊ 3 എങ്ങോട്ടേക്കായിരിക്കും ഞാൻ പോകേണ്ടത്? നിങ്ങൾക്ക് കാണാൻ പറ്റൂടാ. 3 ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇത്രത്തോളം ഉണ്ട്. ഇത്രത്തോളം ടെമ്പറേച്ചർ ആണ് 3 അപ്പൊ എനിക്ക് ടെമ്പറേച്ചർ കുറക്കണേ ഞാൻ എന്ത് ചെയ്യണം? ഐസോ ബാറിക് ആയിട്ട് എനിക്ക് കുറക്കണ്ട. അപ്പൊ ഞാൻ ഈ മഞ്ഞ ലൈനിൽ കൂടെ മാത്രമേ പോകാനും പാടുള്ളൂ. കുത്തനെ എങ്ങോട്ടേക്ക് വരേണ്ടി വരും? മുകളിലോട്ടേക്ക് പോകണോ താഴത്തേക്ക് പോകണോ? താഴത്തേക്ക് വന്നു കഴിഞ്ഞാലല്ലേ കുറയുള്ളൂ. അപ്പൊ ഞാൻ 3 നമ്മള് 3 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്ത് തന്നെ അവിടെ ആദ്യം നമുക്കിത് മായ്ച്ചാളെ. അപ്പൊ ഞാൻ 3 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തിട്ട് എങ്ങോട്ടേക്ക് വരുന്നത്? കുത്തന്നെ താഴത്തേക്ക്. അയ്യോ 3 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ കുത്തനെ താഴത്തേക്ക് വരുന്നു. ഇതെന്തെന്ന് ഐസോ ബാറിക് ആയിട്ടാണ് ഇപ്പൊ ഞാൻ ടെമ്പറേച്ചർ കുറച്ച് വരുന്നത്, അല്ലെ ഹീറ്റ് റിജക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ 3 ഞാൻ 4 എത്തി. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ടെമ്പറേച്ചർ ഇത്രത്തോളം ഉണ്ട്. 4 ടെമ്പറേച്ചർ കുറഞ്ഞു. ഇത്രയും ഭാഗത്താണ് ആര് ആക്ട് ചെയ്തത്? ഹീറ്റ് എക്സ്ചേഞ്ചർ ആക്ട് ചെയ്യുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ചർ ഇത്രയും ഭാഗത്താണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കുറഞ്ഞല്ലോ, അവിടെ ഏറോ മാർക്ക് വിട്ടുകൊടുത്തു. ഞാൻ ഈ വേണ്ടാത്ത അനാവശ്യമായ ലൈനുകളൊക്കെ കളയാൻ പോവാണ്. അയ്യോ കളഞ്ഞ സാധനം മാറിപ്പോയല്ലോ. അത് പോട്ടെ. ഓല്ലേ നെറ്റ് കട്ടായാ? കോള് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. ഇല്ല സാർ. ഇല്ല, ഓക്കെ. അപ്പൊ ഞാൻ 3, 4 വരെ എത്തി. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. 4 ഇനി എങ്ങോട്ടേക്കാ പോകുന്നത് നോക്കാം. ഇത്ര എടുത്തു. 4 എന്ന് പറഞ്ഞ പോയിന്റ് ഇനി എങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്? ടർബൈനിലേക്കാണ് പോകുന്നത്. കംപ്രസറിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് ടർബൈൻ ചെയ്യാം, അല്ലെ എക്സ്പാൻഷൻ ഡിവൈസ് അല്ലെ എക്സ്പാൻഷൻ വാൾവ് ഒക്കെ ചെയ്യുന്നത് കംപ്രസറിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ്. അപ്പൊ ടർബൈൻ ഇടുന്ന എന്ത് ചെയ്യും? പ്രഷർ കുറക്കും, ടെമ്പറേച്ചറും എന്താക്കും? കുറക്കും, അല്ലെ? കാരണം കംപ്രസർ എന്ന് പറയുന്ന സാധനം പ്രഷറും കൂട്ടും ടെമ്പറേച്ചറും കൂട്ടും. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറും കുറക്കണം ടെമ്പറേച്ചറും കുറക്കണം. നമുക്കെന്നാ കുറക്കാലോ. കുറക്കാം. ഇതിന്റെ മുമ്പിട്ട് കളർ മാറ്റിക്കളയാം, റെഡ് കളർ എടുക്കാം. അപ്പൊ ഞാൻ 4 എന്ന് പറഞ്ഞ പോയിന്റിന് പ്രഷറും കുറക്കണം ടെമ്പറേച്ചറും കുറക്കണം. ഏത് രീതിയിലാണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്? ഐസെൻട്രോപിക് ആണ്. എക്സ്പാൻഷൻ ഡിവൈസിലെ ടർബൈനും അങ്ങനെ തന്നെ വർക്ക് ചെയ്യുക.
ഐസെൻട്രോപിക് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാം. ഇനി ഇത് അവിടെ പോയി മുട്ടണം എന്ന് നോക്കിക്കോളാം. ഞാൻ ഇവിടെ മുട്ടിച്ചാ ഈ രണ്ടാമത്തെ മഞ്ഞ വരയിൽ ഞാൻ നിർത്തി ഇപ്പോ, പക്ഷെ അവിടെ നിർത്തരുത്, കുറച്ചുകൂടെ ഞാൻ താഴത്തേക്ക് ഇറക്കി, എന്നിട്ട് ഇവിടെ ഞാൻ നിർത്തി. ഇതിപ്പോ എവിടെയാ ഉള്ളത്? ഈ പോയിന്റ് എവിടെയാ ഉള്ളത്? ഈ മഞ്ഞ വരയിലും അല്ല, ഈ മഞ്ഞ വരയിലും അല്ല. ഒന്നാമത്തെ മഞ്ഞ വരേന്റെ പേരാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ, രണ്ടാമത്തെ മഞ്ഞ വരേന്റെ പേരാണ് റാം പ്രഷർ. ഞാൻ ഈ രണ്ട് വരേന്റെ അകത്തും അല്ല നിർത്തിയത്, ഒരു അതിന്റെ ഇടയിൽ കൊണ്ട് വെച്ചിട്ട് നിർത്തുവായത്. അപ്പൊ ഇതിനെയാണ് ഞാൻ 5 എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 4 നിന്ന് 5ലേക്ക് ഞാൻ പ്രഷർ കുറച്ച് കൊണ്ടുവന്നു, പ്രഷറും കുറച്ചു, ടെമ്പറേച്ചറും കുറച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള 4ന്റെ പോയിന്റിലെ ടെമ്പറേച്ചർ ഇത്ര, 5 എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇതാണ് ടർബൈൻ, അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ടർബൈനിൽ നടന്നത്. ഇവിടെ ടർബൈൻ, മുകളിൽ നടന്നതാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇവിടെ നടന്നതാണ് കംപ്രസർ വഴിയാണ് നമ്മൾ ഈടെ പിടിച്ചത്. ഈ പ്രോസാണ് റാമിങ്. അപ്പൊ ഇത്രയും പ്രോസസ് ഒക്കെ അല്ലേ? ഇനി നമ്മളെ ലാസ്റ്റത്തെ പരിപാടി എന്താന്ന് നോക്കാം. ലാസ്റ്റ് പരിപാടി 5 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് തണുത്ത എയർ, പ്രഷർ കുറഞ്ഞിട്ട് നല്ല തണുപ്പുള്ള എയറിനെ ഞാൻ എവിടത്തേക്ക് കൊടുക്കുകയാണ്? നമ്മളെ ക്യാബിനിലേക്ക് കൊടുക്കുകയാണ്. ഇവിടെ നമ്മളെ മനുഷ്യന്മാരൊക്കെ ഉണ്ട്, മനുഷ്യന്മാരിൽ അടിക്കുന്നത് ഹീറ്റ് വലിച്ചെടുക്കും, തണുത്ത എയറിൽ വരുന്നത്. അപ്പൊ തണുപ്പുള്ള എയർ ഓട്ടോമാറ്റിക് ആയിട്ട് മനുഷ്യന്മാരടിക്കുള്ള ഹീറ്റൊക്കെ വലിച്ചെടുത്തിട്ട് കുറച്ച് ടെമ്പറേച്ചർ കൂടിയ സാധനമായിട്ട് പുറത്തേക്ക് വരും. പ്രഷറിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ലല്ല. നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ പോലെ തന്നെയല്ലേ ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ക്യാബിൻ്റെ ഉള്ളിൽ ചൂട് വലിച്ചെടുക്കുന്നു, ഹീറ്റ് എക്സ്ചേഞ്ചർ ചൂട് പുറത്ത് കളയുന്നു, ഇത്ര സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ക്യാബിൻ്റെ ഉള്ളിലുള്ള മനുഷ്യന്മാരെ ചൂട് ഇത് വലിച്ചെടുക്കും. ചൂട് വലിച്ചെടുക്കുന്നത് അല്ലെ ചൂട് കളയുന്ന പ്രോസസ്സിന്റെ പേര് എങ്ങനെയാണ്? ഐസോബാറിക് ആണ്. അപ്പൊ നമുക്ക് ഐസോബാറിക്, അപ്പൊ ഒരു ബാറിന്റെ ലൈന് വേണം. ഇവിടെ എവിടെയെങ്കിലും ഞാൻ ബാറിന്റെ ലൈന് വരച്ചിട്ടില്ലല്ലോ, അപ്പൊ നമുക്കൊരു ബാറിക് ലൈന് വരക്കാം. ഐസോബാറിന്റെ ലൈന് ഞാൻ മഞ്ഞ കളറിലാണ് മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിവിടെ ഐസോബാറിക് ആയിട്ടുള്ള ഒരു ലൈന് വരക്കുക. ഈ ലൈനിന്റെ പേരാണ്, ഇവിടെ ഉണ്ടാകുന്ന പ്രഷറിന്റെ പേരാണ് ഏതിൻ്റെ ഉള്ളിൽ ഉണ്ടായത്? ക്യാബിൻ്റെ ഉള്ളിലല്ലേ, ക്യാബിൻ. അപ്പൊ ക്യാബിന്റെ പ്രഷർ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. കാണാൻ പറ്റണ്ട ക്യാബിൻ പ്രഷർ അവിടെ കട്ടായാ? ഹലോ, കോള് വന്നുകൊണ്ടിരിക്കണ്ടല്ലോ. അറ്റ്മോസ്ഫറിക് പ്രഷർ, മുകളിൽ റാം പ്രഷർ, ഇതിന്റെ ഇടയിൽ വരുന്നതാണ് ആര്? ക്യാബിന്റെ പ്രഷർ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ആരുള്ളത്? 5 എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുന്നത്. അപ്പൊ ഐസോബാറിക് ആയിട്ടാണ് എനിക്കിനി ഇതിന്റെ അകത്ത് ക്യാബിന്റെ അകത്തുള്ള മനുഷ്യന്മാരെ ചൂട് വലിച്ചെടുക്കേണ്ടത്. ചൂട് വലിച്ചെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതെന്താവും? ചൂട് വലിച്ചെടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടി വരും. അപ്പൊ ഇവിടുന്ന് 5ന്ന് ടെമ്പറേച്ചർ കൂട്ടണ ഞാൻ എങ്ങോട്ടേക്ക് പോകണം? മുകളിലോട്ടേക്ക് പോകണം. ഏകദേശം ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഇത് ഓപ്പൺ സൈക്കിളാണ്. ക്ലോസ്ഡ് ആണെങ്കിൽ ഗലമ്പല്ല. എത്ര മണി വരെ ക്ലാസ്? 12:50 വരെ അല്ലേ? പോകാം. അർജന്റീന പേടിക്കണ്ട, നമുക്ക് റെഡിയാക്കാം. 5 എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ചൂട് വലിച്ചെടുക്കാൻ പോവാ. 5 എന്ന് പറഞ്ഞ പോയിന്റ് ചൂട് വലിച്ചെടുത്തിട്ട് ഞാൻ ഈ സൈക്കിള് ക്ലോസ് ആക്കുന്നില്ല. ഞാൻ തൽക്കാലം ഇവിടെ പോയിന്റിൽ വെച്ചിട്ട് നിർത്തുകയാണ്. ഇതാണ് 6 എന്ന് പറഞ്ഞ പോയിന്റ്. ടെമ്പറേച്ചർ കൂട്ടി. ഓക്കെ, ഇവിടെ വെച്ച് നിന്നു. കാരണം എന്താ? കഴിഞ്ഞ ഫിഗർ എടുത്ത് നോക്കുക. 6 എന്ന് പറഞ്ഞ പോയിന്റ് തിരിച്ച് നമ്മൾ എവിടത്തേക്കാണ് കൊടുക്കുന്നത്? അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുകയാണ്. നമ്മളിത് ക്ലോസ്ഡ് സൈക്കിൾ അല്ല, ഓപ്പൺ സൈക്കിളാ. പിന്നെ നമ്മൾ ഈ എയറിനെ നമ്മൾ മൈൻഡ് ആക്കുന്നില്ല, അത് പോയി. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ സൈക്കിളാണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് എന്ത് വെക്കാൻ കാരണം? ഇവിടെ 6 എന്ന് പറഞ്ഞ പോയിന്റിൽ വെച്ചിട്ട് ഞാൻ നിർത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
കാരണം എന്നും നമ്മൾ ഇതേപോലത്തെ സാധനം തന്നെ പഠിക്കും, അപ്പൊ എന്നും ക്ലിയർ ആയിക്കോളും. ഇതിപ്പോ ഒന്നാമത്തെ സാധനം ആയിട്ടല്ലേ ഉള്ളൂ, ഇനി നമുക്ക് 3 ടൈപ്പ് എന്നും പഠിക്കാനുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഗ്രാഫുമായിട്ട് തറവായിട്ട് നിന്നോളും. അപ്പൊ അത് തന്നെ നമ്മൾ പഠിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് നിന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള എയർ എവിടത്തേക്ക് റാമിങ് ആക്ഷൻ, ആ പൈപ്പ് കൂടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് റാമിങ് ആക്ഷൻ നടക്കും, ചെറിയ കംപ്രഷൻ നടക്കും. അങ്ങനെ അത് 2 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് തിരിച്ചെന്താ കംപ്രസർ വഴി 3 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. ഈ 2 പ്രോസസ്സ് എന്താണ്? ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ കുത്തനെ മുകളിലോട്ടേക്ക് 1 നിന്ന് 2ലേക്കും 2 നിന്ന് 3ലേക്കും കുത്തനെ മുകളിലോട്ടേക്ക് എടുത്തത്. കാരണം നിങ്ങൾക്കറിയാം 1ലുള്ള പോയിന്റ്, 2ലുള്ള പോയിന്റ്, 3ലുള്ള പോയിന്റും എല്ലാത്തിന്റെ എൻട്രോപ്പി എന്താ? നേരെ കുത്തനെ താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻട്രോപ്പി സെയിം ആണ്, മാറ്റമില്ല. അപ്പൊ അതൊക്കെ 3, അതായത് നല്ല ചൂടും നല്ല പ്രഷറും ഉള്ള സാധനത്തിനെ ഞാൻ ആദ്യം തന്നെ ചൂട് കുറക്കാം. എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് കുറക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം തന്നെ ഞാൻ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി ചൂട് കുറച്ച് കൊണ്ടുവന്നു. ഇതിൻ്റെ അകത്തുള്ള ചൂടിനെ, എയറിനെ ഞാൻ അറ്റ്മോസ്ഫറിക് എയറുമായിട്ട് ചൂട് കുറച്ചുകൊണ്ട് അങ്ങനെ അത് 4 എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തി. ഇപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞു. ടെമ്പറേച്ചർ കുറഞ്ഞ സാധനത്തിന് ഞാൻ പിന്നെ എന്ത് ചെയ്യും? ടർബൈനിലൂടെ കയറ്റി വിട്ട്. എനിക്ക് എന്നും പ്രഷറും ടെമ്പറേച്ചറും കുറച്ചുകൂടെ കുറക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ടർബൈൻ വഴി കുറച്ച് കൊണ്ടുവന്നു. അങ്ങനെ തണുത്ത എയർ, പ്രഷറും ഇല്ല ടെമ്പറേച്ചറും ഇല്ലാത്ത തണുത്ത എയറിനെ ഞാൻ പിടിച്ചിട്ട് ക്യാബിനിലേക്ക് കൊണ്ടുപോയിട്ട്, ക്യാബിനത് മനുഷ്യന്മാരടിക്കുന്ന ചൂടൊക്കെ വലിച്ചെടുത്ത് ലാസ്റ്റ് അവസാന സ്റ്റേജ് ആകുമ്പോൾ കുറച്ചൊരു ചൂടൊക്കെ തട്ടിയിട്ട് അത് ഞങ്ങൾ പുറത്തേക്ക് തള്ളിപ്പെടുന്നു. ഇത്രയാണ് നമ്മളെ സിമ്പിൾ എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എയർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മലേന്റെ റൈറ്റ് സൈഡിൽ മാത്രം ഇത് മൊത്തം മാർക്ക് ചെയ്തത്. മല അതിൻ്റെ ഇടയിൽ വിട്ടുപോയി, ആ ഡിലീറ്റ് ആക്കിയെടുത്ത് ആ മല അങ്ങ് പോയിപ്പോയതാ. നമുക്ക് മലേനെ കറുപ്പ് കളറിൽ മാർക്ക് ചെയ്യാം. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു മലയുണ്ട്, മലയാളെ കിടന്നിട്ട് മലേന്റെ റൈറ്റ് സൈഡിൽ മാത്രം നമ്മളെ നോക്കുന്ന ഇതുള്ളത്. അതുകൊണ്ട് നമ്മൾ മലയും മലേന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. മലയല്ല ഇത്, ശരിക്കും സാച്ചുറേഷൻ കർവാണ്. ആ, ഇതിന്റെ പേരാണ് സാച്ചുറേഷൻ കർവ്. മല എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് ലാസ്റ്റ് അവസാനം വരെ മല S7 എത്തി, ലാസ്റ്റ് മല തന്നെ ആയിപ്പോ. അതിന്റെ പേരാണ് സാച്ചുറേഷൻ കർവ്. മറന്നു വരുത്, ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മളെ പ്രോസസ് ഉള്ളത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ സാർ. അപ്പൊ നമുക്ക് അറ്റൻഡൻസ് എടുത്ത് തുടങ്ങാം. എന്നാൽ ഇത്രയും പഠിച്ചാൽ ഇന്നത്തേക്ക്. നാളെയും കൊണ്ട് നമ്മളെ പരിപാടി കഴിയും മിക്കവാറൊക്കെ. പിന്നെ നമുക്ക് പ്രോബ്ലം മാത്രമേ ചെയ്യാനുണ്ടാവുള്ളൂ. നാളെ തന്നെ നമുക്ക് ചെയ്യാം ബാക്കിയുള്ള പരിപാടികളൊക്കെ. പ്രോബ്ലം നമ്മൾ ഓൾറെഡി 2 ടൈപ്പ് പ്രോബ്ലം പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയാം. ബാക്കിയുള്ള നമുക്ക് വഴിയെ പഠിക്കാം. ഈ എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം നമുക്ക് വഴിയെ നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടെ അത് റെഡിയാക്കി എടുക്കാം. അടുത്ത വരാൻ പോകുന്നത് ബൂട്ട് സ്ട്രാപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെറ്റാക്കി പഠിക്കാം. അപ്പോൾ നമുക്ക് അറ്റൻഡൻസിലേക്ക് പോവാം. 2-3 ആൾക്കാർ ആബ്സെന്റ് ഉണ്ട് എന്നല്ലോ. അഭിനവ് ജയൻ, അഭിരാം പി, സുരേഷ്, അഭിൻ ജോഷി, ആദർശ് കെ, ജോഷി കഴിഞ്ഞ ആദർശ് കെ, ആകാശ് പ്രകാശൻ ഉണ്ട്, അക്ഷയ് കെ എം ഉണ്ട്, ആൽബിൻ തോമസ് ഉണ്ട്, അമൽ കെ പി, അമൽ കെ സന്തോഷ് ഇല്ലല്ലോ. അമൽ കെ സന്തോഷ് ഉണ്ട് അതിൻ്റെ അകത്ത്? അമൽ കെ സന്തോഷ് ഇല്ല. ഓക്കെ, അമൽ കെ സന്തോഷ് ഇല്ല. അമൽ എം ഉണ്ട്, അനന്തു പി ഉണ്ട്, അനുരാഗ് സി, ആശ്രയ് കുമാർ ഉണ്ട്, അശ്വിനി, ഭഗത് വിജയൻ, ഡിജിൻ കെ, ഫസിയുദ്ദീൻ അവിടെ ഫസിയുദ്ദീൻ ഉണ്ട്, പിന്നെ ജിജോരാജ് സി പി, ജിജോരാജ്, ജിഷ്ണു കെ, ജിഷ്ണു മോഹൻ, ജിതിൻ സി, കാർത്തികേയൻ നമ്പ്യാർ, മൃദുലം ഉണ്ട്,
പിന്നെ നിഖിൽ ഗോപാല്, റോഷിത്ത്, സച്ചിൻ, സുഷാർ. എന്താടാ സംഭവിച്ചേ? ആ പ്രസന്റ് സാർ. അല്ലാതല്ല മനസ്സിലായി, പ്രസന്റ് ആണ്. കാർത്തികൻ നമ്പ്യാർ, നിഖിൽ, റോഷിത്ത്, സച്ചിൻ, സുഷാർ. ഓക്കെ. പിന്നെ സൂരജ് എം, സൗരവാർ നമ്പ്യാർ ഉണ്ട്, ശ്രീരാഗ്, തേജസ്, വൈശാഖ് പി, വിഷ്ണു എ പി, വൈഷ്ണവ് സി കെ, വൈഷ്ണവ് പി കെ, വസീം സി. അപ്പൊ വേറെ ആരാ ആബ്സെന്റ് ഉള്ളത്? സാർ രാഹുൽ ഇത്ര നേരം ഉണ്ടായിരുന്നു, ഇപ്പൊ ലെഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കയറാൻ പറ്റുന്നില്ല. മെസ്സേജ് ഇപ്പൊ വേറെ ആരും ആബ്സെന്റ് ഇല്ല. അമൽ കെ സന്തോഷ് മാത്രമല്ല ആബ്സെന്റ് ഉള്ളൂ. 38 പാർട്ടിസിപ്പൻസ്. അഭിനവ് ജയൻ. ഗോകുൽ ഇല്ലേ? ഗോകുൽ പ്രസാദ് ഓക്കെ. ആ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. നമുക്കിനി 3 ടൈപ്പ് എന്നും പഠിക്കാനുണ്ട്. വലിയ ടഫുള്ള സാധനങ്ങളൊന്നും അല്ല, സിമ്പിൾ തന്നെ, ഇതേപോലെ തന്നെയുള്ള സംഭവങ്ങളാണ്. ഗ്രാഫ് വരക്കാൻ പഠിക്കുക. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഗ്രാഫ് ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്രാഫ് വരക്കാൻ മാത്രം നമ്മൾ നോക്കി വെച്ചാൽ എന്നാ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നാളത്തെ ദിവസം സെക്കൻഡ് അവർ അല്ലേ, ആ സമയത്ത് കാണാം. ഓക്കെ.